ഹേയ് ഇപ്പൊ ഈ ഒരു ലിയോ ചേട്ടൻ തോടുകളിൽ നിന്ന് ആരെങ്കിലും കിണ്ണ മസാല ഉണ്ടെങ്കിൽ അതിമുഖി കഴിക്കുന്നു ഗൈസ്. ഇപ്പൊ സാധനം കാണാൻ തന്നെ കിട്ടില്ല. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ചോട്ടാ മോട്ട നാരങ്ങ ഇനി ഒരു നാരങ്ങയുടെ തൊലി നമുക്ക് പിച്ചാ തിരിച്ച് ചെത്തി കളയാം. അപ്പൊ നമുക്ക് നമ്മളെ നാരങ്ങയുടെ മേൽഭാഗവും അടിഭാഗവും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഗൈസ് അപ്പൊ ഞാനിവിടെ നാരങ്ങയുടെ തൊലി കളയുന്ന സമയം കൊണ്ട് ഇതുവരെ ലൈക്ക് അടിക്കാതെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് നാരങ്ങയുടെ തൊലി മൊത്തത്തിൽ കട്ട് ചെയ്ത് മാറ്റാം. ഓക്കേ, ഇനി നമ്മൾ ഈ തൊലി കളഞ്ഞ നാരങ്ങയുടെ മൂട് ഭാഗത്ത് നമുക്ക് ഒരു കമ്പ് കുത്തി കൊടുക്കാം. അയ്യോ, ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെ തൊലി കളഞ്ഞ നാരങ്ങയിൽ നമ്മൾ കമ്പെല്ലാം കുത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിൽ നമ്മൾ മസാല എല്ലാം ഇട്ട് സെറ്റാക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് കുറച്ച് ഡയബറ്റീസ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടി, ലാസ്റ്റ് ആയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളെ മസാല നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മസാല നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം ആദ്യം. ഗൈസ് അപ്പൊ നമ്മൾ മസാല എല്ലാം മിക്സ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നാരങ്ങ നമുക്ക് തൊട്ട് നല്ല രീതിക്ക് മുക്കിയെടുത്ത് കഴിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മുടെ സാധനം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് ഒന്ന്. ഗൈസ് ഇപ്പൊ സംഭവത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു മിനിറ്റ് വെയില്. ഗൈസ് ഇപ്പൊ സംഭവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുളി ഉണ്ടോന്ന് വെച്ചാൽ പുളി ഉണ്ട്, ബട്ട് ആ ഒരു എരിയും കൂടെ ആയതുകൊണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. സാധനം കൊള്ളാം.